ഹായ് ഫ്രണ്ട്സ്, എഡ്യൂപ്ലാനിന്റെ മറ്റൊരു മാത്തമാറ്റിക്സ് ക്ലാസ്സിലോട്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8th സ്റ്റാൻഡേർഡിലെ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിന്റെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഡിസ്കഷനും മറ്റു കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ട് 4 വീഡിയോ ആണ്. പാർട്ട് 4 ആണ്. അതിലുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. 1 സൈഡ് ആൻഡ് 2 ആംഗിൾസ്. 1 സൈഡ് ആൻഡ് 2 ആംഗിൾസ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടോ എന്താണ് നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാനുള്ളത് അല്ലേ? യെസ്, 1 സൈഡ് ഒരു വശം ആൻഡ് 2 ആംഗിൾസ്, രണ്ട് കോണുകൾ. ഒരു സൈഡിനെ കുറിച്ചിട്ടും 2 ആംഗിളിനെ കുറിച്ചിട്ടുമാണ് നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാനുള്ളത്. ഓക്കെ, ഇതിനോടകം തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞുള്ള പ്രോപ്പർട്ടീസ് ഏതൊക്കെയായിരുന്നു? എസ് റൂള് പഠിച്ചു, സൈഡ് 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 റൂള്. ഓക്കെ, അതുപോലെ തന്നെ എന്തും പഠിച്ചു, എസ് റൂള് പഠിച്ചു. എന്താണത്? സൈഡ് ആംഗിൾ സൈഡ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? എ റൂളാണ്. എന്ത് റൂളാണ്? എ റൂള്. മറന്നുപോയത് എ റൂള്. ആംഗിൾ സൈഡ് ആംഗിൾ, അതാണ് 1 സൈഡ്. ഇതാ 1 സൈഡ് 2 ആംഗിൾസ്, രണ്ട് കോണുകൾ, 2 ആംഗിൾസ്. റെഡി ആണല്ലോ? ഓക്കെ, സാറ് ബോർഡിൽ ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്, ഒരു ഉദാഹരണം. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നതാണ്, ഒരു എക്സാമ്പിൾ എടുത്തിട്ട് വേണം നമ്മൾ ഓരോരോ പ്രോപ്പർട്ടിയിലേക്ക് വരാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ എക്സാമ്പിൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട്. ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ പി ക്യു ആറുമാണ്. ട്രയാങ്കിൾ എ ബി സി, കൺസിഡർ ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ പി ക്യു ആർ. ഇതിൽ നോക്കടാ, 2 ആംഗിൾസ് ഉണ്ട്, 2 ആംഗിൾസ്. അതുപോലെ തന്നെ 1 സൈഡ്, 2 ആംഗിൾസ്, 1 സൈഡ്. റെഡി? ഈക്വൽ അല്ലേ കാര്യങ്ങളൊക്കെ? ആണ്. അതായത് നോക്ക്, ഇവിടെ 8 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ആണ്. 8 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആരാണ്? ആംഗിൾ ബി അല്ലേ? അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബിക്ക് ആര് ഈക്വൽ ആയിരിക്കും? ആംഗിൾ ബിക്ക് ഇവിടെ ഉള്ള നോക്കുക, ഇവിടെ ഉള്ള ഏതാണ് ആംഗിൾ? ആംഗിൾ പി. ആംഗിൾ പി ഈക്വൽ ആവൂലേ? അല്ലേ? നമുക്ക് വേണമെങ്കിൽ ആംഗിൾ കൊടുക്കാം. ഏത് റൂൾ ഉപയോഗിച്ചിട്ട്? നമ്മുടെ ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് എ ട്രയാങ്കിൾ. ത്രികോണത്തിന്റെ നിയമം അനുസരിച്ചിട്ട് എന്ത് ചെയ്യാം? നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. എങ്ങനെ കൊടുക്കാം നമുക്ക്? നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്. ഇവിടെ 40യും ഇവിടെ 60യും ആയിട്ടുണ്ടെങ്കിൽ ഈ ബി എത്ര ആയിരിക്കും? യെസ്, 80 ആവൂലേ? കാരണം 60യും 40യും എന്തായിട്ടുണ്ട്? 100 ആയിട്ടുണ്ട്. ബാക്കി എത്രയും കൂടി വരണോടെ? 80 കൂടി വരണം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അതുപോലെ തന്നെ ഇവിടെയും 60യും 40യും ആണ്. ഇവിടെ എത്ര ആയിട്ടുണ്ടാവും? 80 വരണം. അപ്പോഴല്ലേ ട്രയാങ്കിൾ എന്താവുന്നുള്ളൂ? 180 ആവുന്നുള്ളൂ. ഓക്കെ, 60 40 ആണെങ്കിൽ 100. അപ്പൊ 180 നിന്ന് 100 മൈനസ് 80 വരും. അതുപോലെ തന്നെയാണ് ഇവിടെ. അങ്ങനെ നമുക്ക് ഈക്വൽ ആയിട്ടുള്ള സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസും ഒക്കെ എഴുതി വെച്ചാലോ? ഓക്കെ, റെഡി. നമുക്കറിയാം ഇതിൽ എല്ലാ സൈഡ്സും ഈക്വൽ, എല്ലാ ആംഗിൾസും ഈക്വൽ ആയിട്ടില്ലേ? ഇപ്പം എല്ലാ ആംഗിൾസും ഈക്വൽ ആയിട്ട് അങ്ങനെയാണ് നമ്മൾ പഠിച്ച കാര്യം. എന്താണ്? എല്ലാ ആംഗിൾസും ഈക്വൽ ആയിട്ട് നമ്മൾ പഠിച്ച കാര്യം എന്താണ്? യെസ്, ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സ് ഈക്വൽ ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിലെ ആംഗിൾസും ഈക്വൽ ഒക്കെ ആക്കിക്കൂടെ? പറഞ്ഞോളൂ. നമുക്ക് ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ ഇതുപോലെ എഴുതി വെക്കാം. ആംഗിൾ എ കാര്യം ഈക്വൽ ആണ്. ആംഗിൾ എക്ക് നോക്കി, ആംഗിൾ എ 40 ആണ്, ആംഗിൾ ക്യൂ 40 ആണ്. അതുപോലെ തന്നെ ആംഗിൾ ബി 80 ആണ്, ഇവിടുത്തെ ആംഗിൾ പി 80 ആണ്. അതുപോലെ തന്നെ പിന്നെന്താണ്? ആംഗിൾ സി 60 ആണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ആംഗിൾ ആർ 60 ആണ്. കാരണങ്ങൾ ഇങ്ങനെ ബ്രാക്കറ്റിൽ നിങ്ങൾ എഴുതിച്ചോളൂ. എന്താണ് കാരണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ? ആംഗിൾ എ എന്ന് പറഞ്ഞാൽ 40 ഡിഗ്രി ആണ്. ആംഗിൾ പി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 80 ഡിഗ്രി ആണ്. അതായത് ബിയും 80 ഡിഗ്രി ആണ്. ആംഗിൾ സി അല്ലെങ്കിൽ ആംഗിൾ ആർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 ഡിഗ്രി ആണ്. അതൊക്കെ നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഈ ആംഗിൾസിന് ഓപ്പോസിറ്റ് ഉള്ള എന്ത് ചെയ്യാൻ പോവാണ്? സൈഡ്സ് ഈക്വൽ ആണെന്ന് തെളിയിക്കാൻ പോകും. എങ്ങനെയാണ്? സിമ്പിൾ അല്ലേ? നോക്ക്, 60ക്ക് ഓപ്പോസിറ്റ് ആരാണത് ഇവിടെ? അല്ലെങ്കിൽ നോക്ക് ആദ്യം എ സി ഈക്വൽ ടു ക്യു ആർ. എ സി കാര്യം ഈക്വൽ ആണ്, ക്യു ആർ ഈക്വൽ അല്ലേ? എ സി ഈക്വൽ ടു ക്യു ആർ ആണ്. എന്താണ് കാരണം? എ സിക്ക് ക്യു ആർ ഈക്വൽ ആവാനുള്ള കാരണം എന്താണ് മക്കളെ? 8 സെന്റിമീറ്റർ ആണ്. എന്താണ്? 8 സെന്റിമീറ്റർ ആണ് എന്ന് നമുക്ക് അറിയുന്ന കാര്യം. എ സി ഈക്വൽ ടു ക്യു ആർ 8 സെന്റിമീറ്റർ ആണ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയും പറയാം, 80 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആണെന്നും പറയാം. 80 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ 80 ഓപ്പോസിറ്റ് ടു 80 ഡിഗ്രി. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? അടുത്തത് 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആരാണ് ഇവിടെ? 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എ ബി അല്ലേ? അങ്ങനെയാണെങ്കിൽ എ ബി ഈക്വൽ ടു പറഞ്ഞോളൂ,
AB equal to ഇവിടെ 60 ഓപ്പോസിറ്റ് PQ. AB equal to PQ. അതിന്റെ ആംഗിൾസ് നമ്മുടെ കയ്യിലുണ്ടോ? സോറി, അതിന്റെ സൈഡ് നമ്മുടെ കയ്യിലുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എന്താ കാരണം എഴുതി കൊടുക്കേണ്ടത്? ഓപ്പോസിറ്റ് ടു 60 ഡിഗ്രി, 60 ഡിഗ്രിക്ക് എതിർവശം. ഇനി എന്താണ്? ഏതാണ് പറഞ്ഞത്? BC equal to BC equal, നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന നോക്കും അല്ലെ? ഓക്കെ, വെരി ഗുഡ്. BC equal to ഈ 40 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആണ് BC വരുന്നത്. അപ്പൊ ഇവിടുത്തെ 40 ഇവിടെ 40. അപ്പൊ ഇതിന് ഓപ്പോസിറ്റ് P യും R ഉം അല്ലേ? PR. BC equal to PR. എന്താണ് കാരണം? 40 ഡിഗ്രി ആണ്. അപ്പൊ നോക്ക്, ഈ ട്രയാങ്കിളിലെ എല്ലാ ആംഗിൾസും നമ്മൾ ഈക്വൽ ആക്കി, എല്ലാ സൈഡ്സുകളും നമ്മൾ ഈക്വൽ ആക്കി. ഓൾ സൈഡ്സ് ആൻഡ് ഓൾ ആംഗിൾസ് ആർ ഈക്വൽ. സോ ദിസ് ഈസ് ഈക്വൽ ട്രയാങ്കിൾസ്. ഇതെന്താണ്? ഈക്വൽ ട്രയാങ്കിൾസ് ആണ് നമുക്ക് പറഞ്ഞൂടെ? ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ PQR ഈക്വൽ ട്രയാങ്കിൾസ്. ഇവ തുല്യ ത്രികോണങ്ങളാണ് എന്ന് നമുക്ക് പറയാം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് ഏത് കണ്ടീഷനിൽ നിന്നുമാണ് മക്കളെ നമ്മൾ ഇത് ഈക്വൽ ആക്കി മാറ്റിയത്? ഏത് കണ്ടീഷനിൽ നിന്നുമാണ് നമ്മൾ ഈക്വൽ ആക്കി മാറ്റിയത്? യെസ്, നമുക്ക് ആദ്യം തന്നത് എന്തായിരുന്നു? ഈ ഒരു സൈഡ് മാത്രം 8 സെന്റിമീറ്റർ ഉള്ള ഈ സൈഡ് നമുക്ക് തന്നു, ഈ ആംഗിളും തന്നു. അതായത് ഒരു സൈഡും അതിന്റെ ആ സൈഡിന്റെ രണ്ട് എൻഡ്സിലുള്ള, രണ്ട് അറ്റങ്ങളിലുള്ള ആംഗിൾസ് തന്നു. അതുപോലെ തന്നെ ഇതിലേക്ക് വരാൻ നോക്ക്, ഇവിടെ 8 സെന്റിമീറ്റർ തന്നു. ഈ 8 സെന്റിമീറ്റർ എന്ന് പറയുന്ന സൈഡിന്റെ അറ്റങ്ങളിലെ എൻഡ് പോയിന്റ്സിലെ രണ്ട് എന്ത് തന്നു? എൻഡുകളിലെ രണ്ട് ആംഗിൾസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിൾ ഈക്വൽ ട്രയാങ്കിൾ ആണ് അല്ലെ? ഈക്വൽ ട്രയാങ്കിൾ ആണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ചെയ്തു വന്നതൊക്കെ ഈക്വൽ ആയിട്ടുള്ളത്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ASA പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നത്. എന്ത് പ്രോപ്പർട്ടിയാണ്? ASA പ്രോപ്പർട്ടി. ആംഗിൾ സൈഡ് ആംഗിൾ. അങ്ങനെ തന്നെ ആയിരിക്കണം. അതുകൊണ്ട് ആംഗിള് അതിന്റെ ബിറ്റ്വീനിൽ വരണം സൈഡ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ പറയുന്ന കാര്യം? ഇതാണ് കണ്ടോ, രണ്ട് ആംഗിൾ അതിന്റെ ബിറ്റ്വീനിൽ സൈഡ്, രണ്ട് ആംഗിൾ അതിന്റെ ബിറ്റ്വീനിൽ എന്തായിരിക്കണം? സൈഡ് വരണം. അതാണ് സാർ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. നോക്ക് എന്താണ്? ഇഫ് വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ആൻഡ് ദ ആംഗിൾസ് അറ്റ് ഇറ്റ്സ് ends are equal to one side of another triangle and the angles at its ends, then the third angles are also equal and the sides opposite equal angles are equal. ഒരു ത്രികോണത്തിന്റെ എന്താണ്? ഒരു വശത്തിന്റെ ഒരു ത്രികോണത്തിന്റെ ഒരു വശവും അതിന്റെ രണ്ടറ്റങ്ങളിലെ ആംഗിൾസ് മറ്റൊരു ട്രയാങ്കിളിന്റെ ഒരു സൈഡിനും അതിന്റെ അറ്റങ്ങളിലെ രണ്ട് ആംഗിൾസിനും ഈക്വൽ ആണെങ്കിൽ അതിലെ തേർഡ് ആംഗിളും ആ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസിന് ഓപ്പോസിറ്റുള്ള സൈഡ്സുകളും ഈക്വൽ ആയിരിക്കും. അതാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇത് വളരെ വൃത്തിയിൽ നിങ്ങൾ എന്ത് ചെയ്യാം? നോട്ടിലേക്ക് എഴുതി വെക്കുക. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിന്റ് ആണ് സാർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഈ വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ആൻഡ് ദ ആംഗിൾസ് അറ്റ് ഇറ്റ് എൻഡ്സ് ആർ ഈക്വൽ ടു one side of another triangle and the angles at its ends, then the third angles are also equal and the sides opposite to equal angles are equal. ഒരു ട്രയാങ്കിളിന്റെ ഒരു സൈഡും അതിന്റെ അറ്റങ്ങളിലെ രണ്ട് ആംഗിൾസും മറ്റൊരു ട്രയാങ്കിളിന്റെ ഒരു സൈഡിനും അതിന്റെ രണ്ട് അറ്റങ്ങളിലുള്ള ആംഗിൾസിനും ഈക്വൽ ആണെങ്കിൽ അതിന്റെ തേർഡ് ആംഗിൾ ഈക്വൽ ആയിരിക്കും. ആ ട്രയാംഗിൾസിന്റെ തേർഡ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. കൂടെ തന്നെ ഈക്വൽ സൈഡ്സിൽ ഓപ്പോസിറ്റുള്ള ആംഗിൾസുകളും ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റുള്ള സൈഡ്സുകളും എന്തായിരിക്കും മക്കളെ? ഈക്വൽ ആയിരിക്കും. മനസ്സിലാവുന്ന കാര്യം? ഈ പോയിന്റ്സ് ആണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ഇമ്പോർട്ടന്റ് ആണ്. വേഗം നോട്ടിലേക്ക് എഴുതി വെക്കുക എല്ലാവരും. ഓക്കെ ആണല്ലോ? നമുക്ക് അടുത്ത സെഷനിലേക്ക് വരാം. നമ്മൾ ഇനി ഒരു സെക്കൻഡ് പ്രോപ്പർട്ടിയാണ് പറയാൻ പോകുന്നത്. എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കണേ. ABCD എന്നൊരു പാരലോഗ്രാം ആണ് സാറ് ബോർഡിൽ എടുത്തിട്ടുള്ളത്. എന്താണ്? ABCD എന്നൊരു പാരലോഗ്രാം. ഈ പാരലോഗ്രാമിന് ഞാനൊരു ഡയഗണൽ വരയ്ക്കുകയാണ്. എന്ത് വരയ്ക്കുകയാണ്? ഡയഗണൽ. അതായത് ഒരു വേർട്ടെക്സിൽ നിന്നും മറ്റൊരു വേർട്ടെക്സിലേക്ക് വരയ്ക്കുന്ന വരയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഡയഗണൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ? മറന്നു പോകരുത്. അങ്ങനെയാണെങ്കിൽ ഇൻ ദ ഫിഗർ ABCD ഈസ് എ പാരലോഗ്രാം, BD ഈസ് എ ഡയഗണൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്ക്, ഈ ഒരു പാരലോഗ്രാമിന് ഞാൻ ഒരു ഡയഗണൽ വരച്ച സമയത്തോ ഇത് രണ്ട് ട്രയാങ്കിൾസ് ആയിട്ട് മാറിയിട്ടുണ്ട്. എന്തായിട്ട് മാറിയിട്ടുണ്ട്? രണ്ട് ട്രയാങ്കിൾസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ടു ട്രയാങ്കിൾസ്. ഏതൊക്കെ ട്രയാങ്കിൾസ്? ട്രയാങ്കിൾ ABD ആൻഡ് ട്രയാങ്കിൾ BDC. രണ്ട് ട്രയാങ്കിൾ ആയിട്ടുണ്ട്. ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിൾസ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. എങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യും? നോക്കിക്കോളൂ. നമ്മൾ എടുക്കുകയാണ്
ഇതൊരു ലൈൻ ആണല്ലോ, ഇതൊരു ഡയഗണൽ ആണല്ലോ. ഈ ഡയഗണലിന്റെ ഈ ആംഗിളും, അതായത് ഈ ട്രയാങ്കിൾ, ഈ ആംഗിളും ഈക്വൽ അല്ലേ? അത് രണ്ട് ട്രയാങ്കിൾ ആണ്. ഈ ആംഗിളും ഈക്വൽ അല്ലേ? എന്താണ് കാരണം? അൾട്ടർനേറ്റ് ആംഗിൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അൾട്ടർനേറ്റ് ആംഗിൾ, മറുകോണുകൾ. അങ്ങനെയാണ് നമുക്ക് എങ്ങനെ കൺസിഡർ, അത് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം. ഏതൊക്കെ ട്രയാങ്കിൾ? കൺസിഡർ ട്രയാങ്കിൾ ABD ആൻഡ് ട്രയാങ്കിൾ, പറഞ്ഞോളൂ, ട്രയാങ്കിൾ ഏതാണ്? BCD. ട്രയാങ്കിൾ BCD. രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. ഈ ട്രയാങ്കിൾ നോക്ക്, ഏത് ആംഗിൾ ഈക്വൽ ആയത്? ആംഗിൾ ABD ഈക്വൽ ടു ആരാണ്? ആംഗിൾ ABDക്ക് ആരാണ് ഈക്വൽ ആയിട്ടുള്ളത്? ആംഗിൾ BDC. ഈക്വൽ ആണ്. ഓക്കെ, ആംഗിൾ ABDക്ക് ആര് ഈക്വൽ ആണ്? ആംഗിൾ BDC ഈക്വൽ ആണ്. അതുപോലെ തന്നെ അടുത്തതാരായിരിക്കും? ഇതിൽ ഈ ആംഗിൾ നോക്കടാ. ഈ ട്രയാങ്കിൾ ഈ ആംഗിൾ ഈക്വൽ അല്ലേ? എന്താണ് ട്രയാങ്കിളിന്റെ പേര് ഇവിടെ കൊടുക്കുന്നുണ്ട്? എന്താണ്? രണ്ടാമത്തെ ആംഗിൾ ഈക്വൽ ആക്കുകയാണ്. എന്താണ് കാരണം? പറഞ്ഞോളൂ. ആംഗിൾ ADB ഈക്വൽ ടു ആരാണ്? ആംഗിൾ ADB ഈക്വൽ ടു ആംഗിൾ BDC. ആംഗിൾ ABDക്ക് ആര് ഈക്വൽ ആണ്? ആംഗിൾ BDC. ആംഗിൾ ADB ഈക്വൽ ടു ആംഗിൾ BDC. നന്നായിട്ട് ശ്രദ്ധിക്കണേ. ആംഗിൾ ADB ഈക്വൽ ടു ആംഗിൾ BDC. അപ്പൊ ഈ ആംഗിൾ X ആണെങ്കിൽ ഈ ആംഗിൾ X ആണ്, ഈ ആംഗിൾ Y ആണെങ്കിൽ ഈ ആംഗിൾ Y ആണ്. അങ്ങനെയാണെങ്കിൽ നോക്ക്, ഈ രണ്ട് ട്രയാങ്കിളിന്റെയും കോമൺ ആയിട്ടുള്ള സൈഡ് അല്ലേ എന്ത്? BD. അങ്ങനെയാണെങ്കിൽ BDക്ക് BD ഈക്വൽ ആണ് എന്ന് പറഞ്ഞൂടെ? BDക്ക് BD ഈക്വൽ ആണ്. ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കാം? കോമൺ സൈഡ്. എന്ത് കൊടുക്കാം? കോമൺ സൈഡ്. നിങ്ങൾ കൊടുത്തോളൂ. ബ്രാക്കറ്റിൽ കോമൺ സൈഡ്, പൊതുവായ വശം, കോമൺ സൈഡ് ആയിട്ട്. അങ്ങനെയാണെങ്കിൽ ഈ BDയും ഈ ട്രയാങ്കിളിലെ ഈ BDയും ഈക്വൽ ആയതുകൊണ്ട് ഇതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ Aയും ആംഗിൾ Cയും ഈക്വൽ അല്ലേ? ആംഗിൾ Aക്ക് ആര് ഈക്വൽ ആയിരിക്കും? ആംഗിൾ C ഈക്വൽ ആയിരിക്കും. ആംഗിൾ Aക്ക് ആര് ഈക്വൽ ആയിരിക്കും? ആംഗിൾ C ഈക്വൽ ആയിരിക്കും. അങ്ങനെ സോ ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ C എന്ന് കൊടുത്താൽ മതി. ക്ലിയർ ആവുന്നുണ്ടല്ലോ പറഞ്ഞ കാര്യങ്ങൾ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്ക്, ഇത് Z ഡിഗ്രി എന്നാണെങ്കിൽ ഈ ആംഗിളും Z ഡിഗ്രി എന്നാവൂലേ? ആവില്ലെന്നോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പറഞ്ഞുവിടറാ, ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിൾ ആണ് എന്ന് നമുക്ക് പറഞ്ഞൂടെ? ഇപ്പൊ എങ്ങനെയാണ് മക്കളെ നമ്മൾ അത് തെളിയിച്ചത്? നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ആദ്യം നമ്മൾ ഈ ആംഗിളിന് ഈ ആംഗിൾ ഈക്വൽ ആണെന്ന് എഴുതി. എന്താണ് കാരണം? അൾട്ടർനേറ്റ് ആംഗിൾ. ഈ ആംഗിളിന് ഈ ആംഗിളും ഈക്വൽ ആണെന്ന് എഴുതി. എന്താണ് കാരണം? അൾട്ടർനേറ്റ് ആംഗിൾ. അപ്പൊ നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത് ആദ്യം ഇതാണ്, കൺസിഡർ ട്രയാങ്കിൾ ABD ആൻഡ് ട്രയാങ്കിൾ BCD. എന്നിട്ട് എന്ത് ചെയ്യണം? ആംഗിൾ ഫസ്റ്റ് നമ്മൾ ABD എടുത്ത് ആംഗിൾ ABD ഈക്വൽ ടു ആംഗിൾ BDC. ഈ ആംഗിൾ ഈക്വൽ ആണ്. ബ്രാക്കറ്റ് കൊടുക്കണം. അൾട്ടർനേറ്റ് ആംഗിൾ, മറുകോണുകൾ. അതുപോലെ തന്നെ അടുത്തിൽ നോക്ക്, ആംഗിൾ ഏതാ എടുത്തിട്ടുള്ളത്? ADB. ആംഗിൾ നോക്ക്, ആംഗിൾ ADB ഈക്വൽ ടു ആംഗിൾ BDC. അങ്ങോട്ടാണ് BDC. ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കണം? അൾട്ടർനേറ്റ് ആംഗിൾ, മറുകോണുകൾ. ഞാൻ പറയുന്നത് കേട്ട് എഴുതണേ. സാറ് ബോർഡിൽ അവിടെയും ഇവിടെയൊക്കെയാണ് എഴുതിയിട്ടുള്ളത്, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആയിട്ടുള്ള സൈഡില്ലേ, അതേതാണ്? BD ഈക്വൽ ടു BD. BDക്ക് BD ഈക്വൽ ആണ്. BDക്ക് BD എന്താണ്? ഈക്വൽ ആണ്. സോ BDക്ക് BD ഈക്വൽ. അതിന്റെ ബ്രാക്കറ്റ് എന്ന് കൊടുക്കണം? നിങ്ങൾ കോമൺ സൈഡ് എന്ന് കൊടുക്കണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? സോ എന്ത് ചെയ്യാണ്? ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ C. ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ C. ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ആംഗിൾ Aക്ക് ആംഗിൾ C ഈക്വൽ ആണ്. അതുകൊണ്ട് these two triangles are equal triangles. ഓക്കെ ആണല്ലോ? ഈ രണ്ട് ട്രയാങ്കിൾ എന്താണ്? ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. അതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇൻ എനി പാരലലോഗ്രാം, ഏതൊരു പാരലലോഗ്രാമിലും
ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് പാരലൽ. ഏതൊരു സാമാന്തരികത്തിലും എന്താണ് ഈ സൈഡിന് ഈ സൈഡ് ഈക്വലും പാരലലുമായിരിക്കും. നോക്ക് y ഡിഗ്രി y ഡിഗ്രി y ഡിഗ്രി സോറി y ഡിഗ്രി z ഡിഗ്രി y ഡിഗ്രി z ഡിഗ്രി. നോക്ക് അല്ലേ, ഇവിടെ നോക്ക് z x, ഇവിടെ നോക്ക് z x. കണ്ടോ, ഈ എക്സും വൈയും സെറ്റ്, ഇവിടെ വൈയും എക്സും സെറ്റ് എല്ലാം ഈക്വൽ ആയിട്ടല്ലേ വരും. അതായത് ഈ സൈഡിന് ഈ സൈഡ് പാരലലും ഈക്വലുമാണ്, അതുപോലെ തന്നെ ഈ സൈഡിന് ഈ സൈഡ് ഈക്വലും പാരലലുമാണ്. ഇൻ എനി പാരലലോഗ്രാം ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. ഇൻ എനി പാരലലോഗ്രാം ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ എന്ന് പറയുന്നത് പെട്ടിയിലാക്കി വെക്കുക. ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അതിലേക്ക് ഒരു പോയിന്റ് കൂടി കൂട്ടിച്ചേർത്താണ്. ഇൻ എനി പാരലലോഗ്രാം ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് പാരലൽ. റെഡി ആണല്ലോ. ഏതൊരു സാമാന്തരികത്തിലും എതിർവശങ്ങൾ തുല്യമായിരിക്കും. ക്ലിയർ ആവുന്നല്ലോ പറയുന്ന കാര്യങ്ങൾ മക്കളെ. സെയിം പാരലോഗ്രാം തന്നെയാണ് നമ്മൾ നേരത്തെ ഒരു ഡയഗണൽ ഇങ്ങനെ വരച്ചു കൊടുത്തിരുന്നില്ല, വൺ ഡയഗണൽ. അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യാണ്, ഇങ്ങനെ ഒരു ഡയഗണലും കൂടി വരച്ചു കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് കണ്ടോ, ഈ പോയിന്റ് ഈ ഡയഗണൽസിന് എന്തായിരിക്കും, മിഡ് പോയിന്റ് ആയിരിക്കും. ഈ ഡയഗണൽസിന് എന്തായിരിക്കും, മിഡ് പോയിന്റ്സുകളായിരിക്കും. മറന്നു പോയത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. നമ്മളിപ്പോൾ തെളിയിച്ച് കഴിഞ്ഞത് എന്താണ്, ഇതാ ഇവിടെ ABD എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളും BDC എന്ന് പറയുന്ന ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിൾസ് ആയിരുന്നു. അതുപോലെ തന്നെ നോക്ക്, നിങ്ങൾ ഇങ്ങനെ ഒരു ഡയഗണൽസ് വരച്ച് കഴിഞ്ഞ് ഇപ്പോൾ ഈ ലൈൻ ഇല്ല എന്ന് വിചാരിക്കുക. ഈ ലൈൻ ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ നേരത്തെ തെളിയിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്തൂടെ, ഈ ട്രയാങ്കിൾ രണ്ടും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തൂടെ. ഈ ആംഗിളിന് ഈ ആംഗിൾ ഈക്വൽ ആയിരിക്കും, അൾട്ടർനേറ്റ് ആംഗിൾസ്. ഈ ആംഗിളിന് ഈ ആംഗിൾ ഈക്വൽ ആയിരിക്കും, അൾട്ടർനേറ്റ് ആംഗിൾസ്. ഈ ആംഗിളിന് ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. എന്താണ്, ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. അതുകൊണ്ട് എന്താണ്, നമുക്ക് ഈ ഒരു ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിൾ ആണ് എന്ന് നമുക്ക് വിളിക്കാൻ കഴിയും. ഓക്കെ, നോക്ക്, അതായത് ഇതാ രണ്ട് ഡയഗണൽസ് ഉണ്ട്, ആ ഡയഗണൽസിന്റെ മിഡ് പോയിന്റ് ആണ് ഈ P. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്, അത് നന്നായിട്ട് നോട്ട് ചെയ്ത് നോക്കുക. ഇൻ എനി പാരലോഗ്രാം ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദ ഡയഗണൽ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ബോത്ത്. Ready? In any parallelogram, the point of intersection of the diagonal is the midpoint of both. ഒരു പാരലോഗ്രാമിന്റെ ഡയഗണൽസിന്റെ എന്താണ്, മിഡ് പോയിന്റുകളാണ്, മിഡ് പോയിന്റ് ആണ് എന്ത് ഇത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ട് ട്രയാങ്കിൾസിന്റെയും എന്താണ് ഡയഗണൽസിന്റെയും മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് ആണ്, പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. ഏതൊരു പാരലോഗ്രാമിലും ഡയഗണൽസ് കൂട്ടിമുട്ടുന്ന പോയിന്റ് ഉണ്ടല്ലോ, അതാണ് ആ ഡയഗണൽസിന് എന്ത്, മിഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇൻ എനി പാരലോഗ്രാം ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദ ഡയഗണൽസ് ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ബോത്ത്. ഏതൊരു പാരലോഗ്രാമിലും എന്താണ്, അതിന്റെ ഡയഗണൽസ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഉണ്ടല്ലോ, ആ രണ്ട് ഡയഗണൽസും കൂടി ഇങ്ങനെ കൂട്ടിമുട്ടുന്ന പോയിന്റ്, ആ പോയിന്റ് ആയിരിക്കും എന്ത്, ഈ ഡയഗണലിന്റെ മിഡ് പോയിന്റ്. ഏതൊരു പാരലോഗ്രാമിലും, മറന്നു പോരുത്, ഏതൊരു പാരലോഗ്രാമിലും അതിന്റെ ഡയഗണൽസ് ഇന്റർസെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആ കൂട്ടിമുട്ടുന്ന അല്ലെങ്കിൽ മീറ്റ് ചെയ്യുന്ന ആ പോയിന്റ് ആണെന്ത്, ഈ ഡയഗണലിന്റെ മിഡ് പോയിന്റ്. അതാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻ എനി പാരലോഗ്രാം ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദ ഡയഗണൽസ് ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ബോത്ത്. വി ക്യാൻ ഷോർട്ടൺ ദിസ്. ഇൻ എനി പാരലോഗ്രാം ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ. ഓക്കെ, ഇൻ എനി പാരലോഗ്രാം, okay, in any parallelogram diagonals bisect each other. അതായത് എന്താണ്, ഏതൊരു പാരലോഗ്രാമിലും അതിന്റെ ഡയഗണൽസ് പരസ്പരം എന്ത് ചെയ്യാണ്, സമഭാഗങ്ങളാകുന്നു. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഇൻ എനി പാരലോഗ്രാം ദ ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ. അതും കൂടി താഴെ നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ. ഓക്കെ, ഇത് മറന്നു പോയത്. ഇൻ എനി പാരലോഗ്രാം ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദ ഡയഗണൽ ഈസ് ദ മിഡ് point of both. We can shorten this. In any parallelogram the diagonals bisect each other. Clear? ഓക്കെ, നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് ഈ സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ ആ രണ്ട് ക്വസ്റ്റ്യൻസ് ഒന്നും എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ. ആകെ നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ്, A
എസ് എ പ്രോപ്പർട്ടിയാണ്. ASA പ്രോപ്പർട്ടി. ഒരു ട്രയാങ്കിൾ, ആ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് അതിന്റെ രണ്ടറ്റങ്ങളുള്ള ആംഗിൾസ് മറ്റൊരു ട്രയാങ്കിളിന്റെ ഒരു സൈഡ് അതിന്റെ രണ്ടറ്റങ്ങളുള്ള ആംഗിൾസിന് ഈക്വൽ ആണെങ്കിൽ ആ ട്രയാങ്കിൾസ് എന്താണ്? ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ബാക്കിയുള്ള അതിലെ തേർഡ് എന്തായിരിക്കും? ആംഗിളും ആ ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സും ഈക്വൽ ആണ്. സോ ദീസ് ട്രയാങ്കിൾസ് ആർ എന്താണ്? ഈക്വൽ ട്രയാങ്കിൾസ്. ആ ട്രയാങ്കിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾസ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു പാരലോഗ്രാമിന്റെ പ്രോപ്പർട്ടി. പാരലോഗ്രാമിന്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇൻ എനി പാരലോഗ്രാം എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ. ഏതൊരു പാരലോഗ്രാമിലും ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിരിക്കും? ഈക്വൽ ആണ് എന്ന് പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചൊരു കാര്യമാണ്, ഇൻ എനി പാരലോഗ്രാം ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദ ഡയഗണൽസ് ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ബോത്ത്. ഓക്കെ, വി ക്യാൻ ഷോർട്ടൻ ദിസ്. ഇൻ എനി പാരലോഗ്രാം ദ ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ. മറന്നുപോയത്. ഇത്രയും കാര്യങ്ങൾ ഇന്ന് നോട്ടിലേക്ക് ഒന്ന് എഴുതി വെക്കുക. ശേഷം നമുക്ക് എന്ത് ചെയ്യാം? 2 ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നന്നായി ശ്രദ്ധിക്കുക. ബോർഡിൽ 2 ട്രയാങ്കിൾസ് വരച്ചിട്ടുണ്ട്, ABC ആൻഡ് PQR. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ സെഷനിലെ ASAയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ ആണല്ലോ. 1 സൈഡ് ആൻഡ് 2 ആംഗിൾ എന്ന് പറയുന്ന സെഷനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിൽ 2 പ്രോബ്ലംസ് ഉണ്ട്. അതിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് സാറ് ചെയ്യുന്നുള്ളൂ, ഒന്ന് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. ഓക്കെ ആണല്ലോ. യെസ്. ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ ഉണ്ട്, PQR എന്ന് പറയുന്ന ട്രയാങ്കിൾ ഉണ്ട്. 2 ആംഗിൾസ് 50-70 തന്നിട്ടുണ്ട്. അതിന്റെ ബിറ്റ്വീനിൽ ഒരു സൈഡ് 6 സെന്റിമീറ്റർ ഉണ്ട്. 50-70 തന്നിട്ടുണ്ട്. അതിന്റെ ബിറ്റ്വീനിൽ ഒരു 6 സെന്റിമീറ്റർ ഉണ്ട്. ക്ലിയർ ആണല്ലോ. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുള്ളത് മാച്ചിങ് സൈഡ്സ് കണ്ടുപിടിക്കാനാണ്. ഈ ട്രയാങ്കിളിലെ ഈക്വൽ ആയിട്ടുള്ള സൈഡ് ഈ ട്രയാങ്കിളിൽ നിന്ന് കണ്ടുപിടിക്കാനാണ്. ഓക്കെ ആണല്ലോ. സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ചൂടെ? ഓക്കെ, യെസ്. നോക്ക്, ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് ഈ ട്രയാങ്കിൾ കംപ്ലീറ്റ് അല്ല അല്ലേ? അപ്പൊ അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. എന്താണ്? ഇവിടെ 50 ഡിഗ്രി, ഇവിടെ 70 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ബാക്കി ഇനി എത്രയും കൂടി ഉണ്ടാവും? ബാക്കി എത്ര ഡിഗ്രി ഉണ്ടാവും ഇവിടെ? അതുകൊണ്ട് എഴുതി കൊടുക്കണ്ടേ? എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ 50, ഇവിടെ 70 ആണ്. അപ്പൊ 50 70 കൂടി ആഡ് ചെയ്താൽ എത്ര ആയിരിക്കും? യെസ്, 120 ആയിട്ടുണ്ട്. അപ്പൊ ബാക്കി ഇവിടെ എത്ര ഉണ്ടാവും? 60 ഡിഗ്രി ഉണ്ടാവും. ബാക്കി എത്ര ഉണ്ടാവും ഇവിടെ? 60 ഡിഗ്രി. 60 ഡിഗ്രി എങ്ങനെ കിട്ടി? 180ൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? ഈ 120 ഡിഗ്രി മൈനസ് ചെയ്തു. സോ 60 ഡിഗ്രി. ഇനി അതുപോലെ തന്നെ ഇവിടെ 50, ഇവിടെ 70 ആണെങ്കിൽ ഇവിടെ എന്തുണ്ടായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. നമുക്കറിയുന്ന കാര്യമാണ് ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് എ ട്രയാങ്കിൾ. അപ്പൊ എന്ത് ചെയ്യാം നമുക്ക്? ഇനി വളരെ സിമ്പിൾ ആയിട്ട് ഇതിന് ഓപ്പോസിറ്റ് ഉള്ള, അതായത് ഈ ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സ് ഈക്വൽ ആണ് നമുക്കറിയാം. കണ്ടുപിടിച്ചാൽ പോരെ? എങ്ങനെയാണ് പറഞ്ഞോളൂ. യെസ്, 50 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആണ് BC. അപ്പം BC ഈക്വൽ ടു ഇവിടെ 50 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് PQ ബ്രാക്കറ്റ് കൊടുക്കുന്നതാണ് 50 ഡിഗ്രി. നെക്സ്റ്റ് 70 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് AC. അപ്പൊ ഇവിടെയും 70 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് PR. എന്താ കാരണം? 70 ഡിഗ്രി ഓപ്പോസിറ്റ് 70 ഡിഗ്രി. നെക്സ്റ്റ് ഇവിടെ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് AB. അപ്പൊ ഈ ട്രയാങ്കിളിൽ 50 ഡിഗ്രിക്ക് എത്രയായിരുന്നു? 60 അല്ലേ? 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഇവിടെ എന്താണ്? QR. എന്താണ് കാരണം? 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ളതാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. അപ്പൊ ആംഗിൾസിന് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ നടത്തുന്ന പ്രവർത്തനം എന്താണ്? നിങ്ങൾ ഒറ്റ കാര്യമാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. നമ്മളിവിടെ അപ്ലൈ ചെയ്ത പ്രവർത്തനം ASA പ്രോപ്പർട്ടി ആണ് കേട്ടോ. അതിനെ നമ്മൾ അത് ഉപയോഗിച്ച് അതുള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുള്ളത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഇതിലെ മാച്ചിങ് സൈഡ്സുകളൊക്കെ നമ്മൾ എഴുതി കൊടുത്തു കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ആംഗിൾസിന് ഓപ്പോസിറ്റ് സൈഡ്സ് എന്താണ്? ഈക്വൽ ആണ് എന്ന് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ഇവിടെ 6 സെന്റിമീറ്റർ ഉണ്ടായിരുന്നു, 50 70. ഇവിടെ 6 സെന്റിമീറ്റർ 50 70. അതായത് ഒരു സൈഡാണ്. ആ സൈഡിന്റെ 2 അറ്റങ്ങളിലെ ആംഗിൾ മറ്റൊരു ട്രയാങ്കിളിന്റെ ഒരു സൈഡിലെ 2 അറ്റങ്ങളിലെ ആംഗിൾസിന് ഈക്വൽ ആണെങ്കിൽ, അതായത് അതിന്റെ സൈഡ് ഉണ്ടായിരിക്കും കേട്ടോ. അങ്ങനെയാണെങ്കിൽ ആ ട്രയാങ്കിൾ ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ASA പ്രോപ്പർട്ടി. ക്ലിയർ ആണല്ലോ? പ്രോപ്പർട്ടി മറന്നു പോയത് അത്ര ഇമ്പോർട്ടന്റ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇൻ ദ ഫിഗർ AP and BQ equal and parallel are lines drawn at the ends of the line AB. The point of intersection of PQ and AB is marked as M. First question, are the sides of triangle AMP equal to the sides of triangle BMQ? Why? Question 2, what is special about the position of M on AB? Question 3, draw a line 5.5 centimeter long. Using a set square, locate the midpoint of this line. Medium Malayalam.
ചിത്രത്തിൽ എ ബി എന്ന വരയുടെ രണ്ടറ്റത്തും സമാന്തരവും തുല്യവുമായ രണ്ട് വരകൾ എ പി ബി ക്യു വരച്ചിരിക്കുന്നു. പി ക്യു എ ബി ഇവ മുറിച്ചു കടക്കുന്ന ബിന്ദുവാണ് എം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ട്രയാങ്കിൾ എ എം പിയുടെ 3 വശങ്ങളും ട്രയാങ്കിൾ ബി എം ക്യുവിന്റെ വശങ്ങൾക്ക് തുല്യമാണോ? എന്തുകൊണ്ട്? ബി, എ ബി എന്ന വരയിൽ എം എന്ന ബിന്ദുവിന്റെ സ്ഥാനത്തിന്റെ സവിശേഷത എന്താണ്? തേർഡ് ക്വസ്റ്റ്യൻ, 5.5 സെന്റിമീറ്റർ നീളമുള്ള വര വരയ്ക്കുക. ജ്യാമിതി പെട്ടിയിലെ ഒരു മട്ടം മാത്രം ഉപയോഗിച്ച് വരയുടെ മധ്യബിന്ദു കണ്ടുപിടിക്കുക. ഓക്കെ, നന്നായിട്ട് ശ്രദ്ധിച്ചോളണം. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഈക്വൽ ട്രയാങ്കിൾസിൽ ക്വസ്റ്റ്യൻ കാണാൻ കഴിയും. ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയറിൽ 9th സ്റ്റാൻഡേർഡിൽ സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ ക്വസ്റ്റ്യൻസ് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, നന്നായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ പറഞ്ഞതാണ്, എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട്. ആ ലൈനിന്റെ അറ്റങ്ങളിൽ നിന്നും 2 ലൈൻസ് വരച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് എ പിയും ബി ക്യൂയും വരച്ചിട്ടുണ്ട്. ഈ എ പിയും ബി ക്യൂയും ഈക്വലും പാരലലുമാണ്. അതായത് ഈ എ പി എന്താണ്? ഈ 2 ലൈൻ ഇനി എത്ര നിങ്ങൾ ഇങ്ങനെ നീട്ടി കൊണ്ടുപോയി കഴിഞ്ഞാലും അതൊരിക്കലും കൂട്ടിമുട്ടൂല. അതൊരിക്കലും ലൈൻസ് കൂട്ടിമുട്ടില്ല. കാരണം എന്താണ്? അത് പാരലൽ ലൈനാണ്. പാരലൽ ലൈൻസ് ഒരിക്കലും മീറ്റ് ചെയ്യാറില്ല. ഓക്കെ, പിന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് മുറിച്ചെടുക്കുന്നുണ്ട്. ഈ പിയും ഈ ക്യൂവും, അതായത് എ പിയുടെ ഈ അറ്റവും ബി ക്യൂവിന്റെ ഈ ക്യൂ എന്ന് പറയുന്ന അറ്റവും നമ്മൾ ചേർത്ത് വരച്ചപ്പോൾ ഇതെന്താണ്? എം എന്ന് പറയുന്ന പോയിന്റിലൂടെയാണ് ഇത് കടന്നു പോകുന്നത് എന്നും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്, ട്രയാങ്കിൾ എ എം പിയിലെ എല്ലാ സൈഡ്സും ബി എം ക്യൂവിലെ എല്ലാ സൈഡ്സിനും ഈക്വൽ ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഈക്വൽ ആണോ എന്നുള്ളത് നമ്മൾ നോക്കാൻ പോവാണ്. നമ്മൾ പഠിച്ചുള്ള ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇത് ഈക്വൽ ആണോ അല്ലയോ എന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നോക്ക്, നമ്മൾ ആദ്യം ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ്. കൺസിഡർ ട്രയാങ്കിൾ ഏതൊക്കെയാണ് പറഞ്ഞോളൂ. കൺസിഡർ ട്രയാങ്കിൾ എ എം പി ആൻഡ് ട്രയാങ്കിൾ ബി എം ക്യു. 2 ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. അതിലെ ആരൊക്കെ ഈക്വൽ ആണ് നോക്കാം. നോക്കിക്കോളൂ, ഈ ആംഗിളിന് ഈ ആംഗിൾ ഈക്വൽ അല്ലേ? ഈ ആംഗിളിന് ഈ ആംഗിൾ ഈക്വൽ ആണോ? എന്താണ് കാരണം? എടാ, അൾട്ടർനേറ്റ് ആംഗിൾ അല്ലേ? അതായത് ആംഗിൾ നോക്ക്, എ പി എം ഈക്വൽ ടു ആംഗിൾ, പിന്നെന്താണ്? ആംഗിൾ എ പി എം ഈക്വൽ ടു ആംഗിൾ ബി ക്യു എം. ആംഗിൾ ബി ക്യു എം ആണ് അല്ലേ? അതുപോലെ തന്നെ നോക്ക്, ഈ ആംഗിളിന് ഈ ആംഗിൾ ഈക്വൽ അല്ലേ? ഈ ആംഗിളിന് ഈ ആംഗിളും ഈക്വൽ അല്ലേ? എന്താണ് ആംഗിളിന്റെ പേര്? ആംഗിൾ പി എ എം ഈക്വൽ ടു ആംഗിൾ പി എ എം ഈക്വൽ ടു ആംഗിൾ ക്യൂ ബി എം. ആംഗിൾ ക്യൂ ബി എം. അങ്ങനെയാണെങ്കിൽ നോക്ക്, ഈ ആംഗിളിന് ഈ ആംഗിളും ഈക്വൽ അല്ലേ? എന്താണ്? വേർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. ഒരു സിസേഴ്സ്, കത്രികന്റെ അപ്പുറപ്പുറമുള്ള ആംഗിൾസ് അല്ലേ? ഓക്കെ, ആംഗിൾ എ എം പി ഈക്വൽ ടു ആംഗിൾ ബി എം ക്യൂ. ആംഗിൾ ബി എം ക്യൂ എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇനി ഈ 2 ആംഗിൾ ഈക്വൽ ആണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി നമുക്കറിയാം, ഈ സൈഡ് എത്രയാണോ വരുന്നത്, ഇപ്പോൾ ഒരു എക്സ് സെന്റിമീറ്റർ ആണെങ്കിൽ ഈ ആംഗിളും എക്സ് സെന്റിമീറ്റർ തന്നെയല്ലേ? അപ്പോൾ അതവിടെ ഈക്വൽ ആയി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആ റൂൾ പ്രകാരം എന്താണ് നോക്ക്, ഒരു ട്രയാങ്കിളിന്റെ എന്താണ് 2 അറ്റങ്ങളിലെ കോണും ഒരു സൈഡും മറ്റൊരു ട്രയാങ്കിളിന്റെ 2 അറ്റങ്ങളിലെ കോണും ഒരു സൈഡിനും ഈക്വൽ ആണെങ്കിൽ എന്താണ്? ആ ട്രയാങ്കിൾ ഈക്വൽ ട്രയാങ്കിൾസ് ആണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രശ്നങ്ങളില്ല. പിന്നെ എന്താണ്? ഇതും കണക്ഷൻ ഉണ്ട്. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ആൾസോ ഈക്വൽ എന്ന് നമുക്ക് അറിയുന്ന കാര്യമാണ്. അതുകൊണ്ടാണ്. സോ ഇതിലെ സൈഡ്സുകളാണ് നമുക്ക് ഈക്വൽ ആക്കേണ്ടത്. ആംഗിൾസുകളായിട്ടുണ്ട്. ആംഗിൾസുകളായി കഴിഞ്ഞാൽ പിന്നെ സൈഡ്സ് ഈക്വൽ ആക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. എന്താണ് കാരണം? ആംഗിൾസിന് ഓപ്പോസിറ്റ് ഉള്ള എന്താണ് സൈഡ്സ് ഈക്വൽ ആണ് നമുക്കറിയാം. ഈ പിക്ക് ഓപ്പോസിറ്റ് എ എം എൽ, ഈ ആംഗിൾ പി ഇതല്ലേ ഇത്, ഇതിന് ഓപ്പോസിറ്റ് എ എം എൽ. അപ്പം എ എം ഈക്വൽ ടു നോക്കട്ടെ, ഇതിന് നേരെ എഴുതി കൊടുത്താലും പ്രശ്നമില്ല കേട്ടോ. ഇതിന് നേരെ നിങ്ങൾ എഴുതി കൊടുത്തോണ്ടു. എ എം ഈക്വൽ ടു എന്താണ്? ഈ ക്യൂ അല്ലേ? ഇതിന് ഈ പിക്ക് ഓപ്പോസിറ്റ്, ഈ പിയും ക്യൂവും അല്ലേ ഈക്വൽ? അപ്പൊ ഈ പിക്ക് ഓപ്പോസിറ്റ് എ എം ആണെങ്കിൽ ഈ ക്യൂക്ക് ഓപ്പോസിറ്റ് എന്താണ്? ബി എം. എ എമ്മിന് ബി എം ഈക്വൽ ആണ്. ക്ലിയർ? ഇനി അതുപോലെ തന്നെ നോക്ക്, ഈ ആംഗിൾ എക്ക് ആരായിരുന്നു ഈക്വൽ? ഇതല്ലേ ഈക്വൽ? രണ്ടാമത് ഏത്? പി എ എമ്മിന് ബി ക്യൂ ബി എം ആയിരുന്നു ഈക്വൽ. അപ്പൊ ഈ എക്ക് ഓപ്പോസിറ്റ് പി എം അല്ലേ? സോ പി എം ഈക്വൽ ടു
പി എം ഈക്വൽ ടു ഇതിന് ഓപ്പോസിറ്റ് എന്തായിരുന്നു, ഇതല്ലേ, ഇതാ ക്യു എം, പി എം ഈക്വൽ ടു ക്യു എം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നോക്ക്, ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ഇത് ഓൾറെഡി ഇത് രണ്ടും ഈക്വൽ സൈഡ്സ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാണ്, ഈ ആംഗിളിന് ഓപ്പോസിറ്റും ഈക്വൽ ആണ്. സോ എ പി ഈക്വൽ ടു എന്താണ്, ബി ക്യു എന്ന് നമുക്ക് അറിയാം, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഗിവൺ അല്ലേ. ആ 3 ആംഗിൾസും ഈക്വൽ ആക്കി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ആ ആംഗിൾസിന് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആക്കി, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ASA റൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം, പല രീതിയിൽ നമുക്ക് അത് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ കാര്യം. ഇനി അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്, ഈ എമ്മിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചു. വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് എം എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. അത് ഒന്നുമില്ല, നമുക്കറിയാം ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ അല്ലേ, ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ ആണെങ്കിൽ ഇവിടെ മുറിയുന്ന നോക്ക്, എ എമ്മും ബി എമ്മുമാണ്. അത് ഈക്വൽ ആയിട്ടല്ലേ മുറിയുന്നത്, നോക്കടാ, എല്ലാ ആംഗിൾസും ഈക്വൽ ആയിട്ടുണ്ടെങ്കിൽ ഈ ആംഗിളിന് ഓപ്പോസിറ്റുള്ള ഈ സൈഡും ഈ ആംഗിളിന് ഓപ്പോസിറ്റ് സൈഡും ഈക്വൽ, അതായത് ബി എമ്മിന് എ എം ഈക്വൽ ആണ് എന്ന് നമ്മൾ ഇപ്പോൾ എഴുതി വെച്ചിട്ടുണ്ട്, എ എമ്മിന് ബി എം ഈക്വൽ ആണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്നത് എന്താണ്, എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി, എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി, എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി കേട്ടോ, മിഡ് പോയിന്റ് ഓഫ് എ ബി. എ ബി എന്ന് പറയുന്ന വരയുടെ മിഡ് പോയിന്റ് ആണെന്ത്, എ ബി. ക്ലിയർ ആവുന്നുണ്ടല്ലോ പറയുന്ന കാര്യങ്ങൾ. ഇനി അതിൽ തേർഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്, തേർഡ് ക്വസ്റ്റ്യൻ നമ്മളോട് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, എ ബി നമ്മൾ ഈ വരച്ചതുപോലെ തന്നെ എന്ത് ചെയ്യുക, നമുക്കത് വരച്ച് വെക്കാം. എങ്ങനെ വരച്ച് വെക്കാം, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ത് ചെയ്യുക, 5.5 അല്ലേ പറഞ്ഞത്, ഒരു 5.5 സെന്റിമീറ്ററിൽ ഒരു ലൈന് വരയ്ക്കാം. ഇതാ ഞാൻ വരച്ചതുപോലെ ഒരു എ ബി, ഒരു 5.5 സെന്റിമീറ്ററിൽ നിങ്ങൾ എ ബി വരയ്ക്കാം. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, ഈ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ആംഗിൾ പ്രൊട്രാക്ട് എടുത്തുകൊണ്ട് ഇവിടെ എയിൽ വെക്കുക. നിങ്ങൾ ഇഷ്ടമുള്ള ഒരു ആംഗിൾ ഇവിടെ നിന്ന് എടുത്തോളൂ, ഒരു ഏകദേശം ഒരു 40 ഡിഗ്രിയോ 30 ഡിഗ്രി എന്ത് വേണമെങ്കിലും എടുക്കാം. നമുക്കൊരു 40 ഡിഗ്രി എടുക്കാം, എന്നാൽ ഒരു കുറച്ച് രസകരമായിട്ടുള്ള ചിത്രം കിട്ടും. ഓക്കെ, അതായത് വലിയ ബുദ്ധിമുട്ടുകളില്ല വരയ്ക്കാൻ കേട്ടോ. എന്തെടുക്കാം, നിങ്ങൾ 35 എടുക്കാം, 30 എടുക്കാം, 50 എടുക്കാം, ഏത് ആംഗിൾ എടുത്തോളൂ. ഞാൻ ഇവിടെ തൽക്കാലം 40 ഡിഗ്രി എടുക്കുകയാണ്. അപ്പം ഇവിടെ 40 ഡിഗ്രി, എന്താണ് 40 ഡിഗ്രി, അത് എത്ര സെന്റിമീറ്റർ ആയിരിക്കണം, നിങ്ങൾ ഇഷ്ടമുള്ള സെന്റിമീറ്റർ. ആദ്യം നിങ്ങൾ പ്രൊട്രാക്ടറിൽ എന്താ എടുക്കേണ്ടത് മക്കളെ, 40 ഡിഗ്രി എടുത്തിട്ട് ഡോട്ട് ഇടാനേ പാടുള്ളൂ കേട്ടോ. ഡോട്ട് ഇട്ട് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിലേക്ക് നിങ്ങൾ സ്കെയിൽ കൊണ്ട് ഒരു എന്ത് ചെയ്യുക, 3 സെന്റിമീറ്റർ ലൈൻ, എത്ര സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ ലൈൻ വരയ്ക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾ 40 ഡിഗ്രിയിൽ എടുത്ത്, അതുപോലെ തന്നെ ഇവിടെയും പ്രൊട്രാക്ടർ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇവിടെ നിന്നിട്ട് അതേ 40 ഡിഗ്രി ആദ്യം പ്രൊട്രാക്ടറാണ് വെക്കേണ്ടത്. അപ്പം കിട്ടുന്ന പോയിന്റ് ഇടുക, പോയിന്റ് ഇട്ട് വെക്കുക. എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്യുക, 3 സെന്റിമീറ്റർ ലൈന് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 3 സെന്റിമീറ്റർ ആയിട്ടുണ്ട്, എന്തുമായിട്ടുണ്ട്, ഇവിടെ 5.5 സെന്റിമീറ്റർ ആയിട്ടുണ്ട്, ഇവിടെ എന്തായിട്ടുണ്ട്, 40 ഡിഗ്രിയും ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നോക്കി നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ ആയിട്ടുണ്ട്, എന്താണ് ഇത്, ഈക്വൽ ആയിട്ടുണ്ട് ഇത് രണ്ടും. അതുപോലെ തന്നെ ഇവിടെയും ഒരേ ആംഗിൾ ആയതുകൊണ്ട് അത് പാരലലുമായിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ പതുക്കെ എന്ത് ചെയ്യും, ഇതിലൂടെ എങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് കറക്റ്റ് എന്ത് ചെയ്യും, ഇതിന്റെ മിഡ് പോയിന്റിലൂടെയാണ് പാസ് ചെയ്യുക. അതാണ് എം. നമ്മൾ ചോദിച്ച സെക്കൻഡ് ക്വസ്റ്റ്യൻ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ എമ്മിന്റെ, നമ്മൾ പറഞ്ഞു എം എന്ന് പറഞ്ഞാൽ എന്താണ്, എ ബിയുടെ മിഡ് പോയിന്റ് ആണ്. അപ്പോൾ ആ മിഡ് പോയിന്റിലൂടെ ആയിരിക്കും ഇത് കടന്നു പോയി. ഇത് ഈ എയിൽ നിന്നും എമ്മിലേക്കുള്ള ദൂരവും ബിയിൽ നിന്നും എമ്മിലേക്കുള്ള ദൂരം എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ, എ എമ്മിന്റെ ഡിസ്റ്റൻസും ബി എമ്മിന്റെ ഡിസ്റ്റൻസും എന്തായിരിക്കും, സെയിം ആയിരിക്കും. വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് സ്കെയിൽ വെച്ചിട്ട് അളന്ന് നോക്കും ചെയ്യാം. ക്ലിയർ ആവുന്നുണ്ടല്ലോ പറഞ്ഞ കാര്യം. അപ്പോൾ ഇതുപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളൊരു ഹോംവർക്ക് ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക. എങ്ങനെ, ഒരു 4 സെന്റിമീറ്ററും ഒരു 50 ഡിഗ്രിയും, 4 സെന്റിമീറ്ററും 50 ഡിഗ്രി ഹോംവർക്കാണ്. 4 സെന്റിമീറ്റർ ആയിരിക്കണം എ പിയുടെയും എന്തിൻ്റെയും ബി ക്യുവിൻ്റെയും ലെങ്ത്. ഓക്കെ, അതുപോലെ തന്നെ ആംഗിൾ എ 40 ഡിഗ്രി, ആംഗിൾ ബി 40 ഡിഗ്രി ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ മറ്റൊരു ചിത്രം നിങ്ങൾ വരയ്ക്കുക. പറയുന്ന കാര്യം മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ASA പ്രോപ്പർട്ടി ആണ്. അതിലെ പ്രൂഫ് പറഞ്ഞു, 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പോൾ എല്ലാവരും നോട്ട്ബുക്കിൽ ഈ കാര്യങ്ങളൊക്കെ വൃത്തിയിൽ എഴുതി വെക്കണം. എഴുതി വെച്ചാൽ മാത്രം പോരാ, അതിൻ്റെ വാല്യൂസ് മാറ്റിയിട്ട് അതിൻ്റെ വേരിയബിൾസ്, ഇപ്പോൾ ബിയും ക്യൂ ഒക്കെ അല്ലേ, ഇതിൻ്റെ വേരിയബിൾസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ വീണ്ടും ഒന്നും കൂടി ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളെ തന്നെ ഒന്ന് അസസ് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടല്ലോ. ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം എന്ന ശുഭപ്രതീക്ഷയോട് കൂടി വിടവാങ്ങുന്നു. Thank you.